മെയ്ദിനം കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പുതുതായി സ്ഥാപിച്ച കൊടിമരത്തിൽ FITU ജില്ലാ കൺവീനർ സി മുഹമ്മദ് ഇംതിയാസ് പതാക ഉയർത്തി. തുടർന്ന് തൊഴിലാളികളെ ആദരിക്കലും സംഗമവും സംഘടിപ്പിച്ചു. ജവഹർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സമിതി അംഗം പ്രേമ ജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജവഹർ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. FITU സംഘടിപ്പിച്ച മെയ്ദിന റാലിയിൽ മുഹമ്മദ് ഇംതിയാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ, ദേവദാസ് തളാബ് തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ മുൻപിൽ നിൽക്കുന്ന തൊഴിലാളികൾ എന്ന് പറയുന്ന സമൂഹം നമുക്ക് തരുന്ന സങ്കല്പങ്ങൾ ഇപ്രകാരമൊക്കെ ആണ്. ഞാൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർ ഉള്ളത്. അടുത്ത കാലത്ത് GTN എന്ന് പറഞ്ഞിട്ടുണ്ടായ ഒരു കമ്പനി കൂടി 2 വർഷം മുമ്പ് എറണാകുളം ജില്ലയിൽ ഇദ്ദേഹം വ്യവസായ മന്ത്രി ആയതിനു ശേഷം കൂട്ടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയുള്ളത് ഇപ്പോൾ 2020 കിഴക്കമ്പലത്തുള്ള കിറ്റെക്സ് കമ്പനി അവർ കേരളത്തിലല്ലല്ലോ അവരുടെ പ്രവർത്തനം. അവർക്ക് സർക്കാരിനെതിരെ പോലും അവർ സ്വന്തമായി 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധം കൊണ്ടുവന്നിട്ട് മത്സരിക്കുക കൂടി ചെയ്യുകയാണ്. അവർക്കിവിടെ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. ടൈലേഴ്സ് അസോസിയേഷൻ മെയ്ദിന റാലിയിൽ TA സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AK ശ്രീധരൻ, C രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഭരണം കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് ഉദാഹരണ സഹിതം കാണിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവങ്ങളുടെ നാടല്ല. ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും ഉള്ള നാട് എന്നല്ല അതിന്റെ അർത്ഥം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും സമത്വസുന്ദരമായ ഒരു ജീവിത രീതി, എല്ലാവർക്കും ഒരുപോലെ സവർണരും അവർണരും ഇല്ലാതെ ഒരുപോലെ കാണുന്ന ഒരു സംവിധാനത്തെയാണ് ദൈവം എന്ന് ഉദ്ബോധിപ്പിക്കുന്നത്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും നല്ല ചികിത്സ, എല്ലാവർക്കും നല്ല തൊഴിൽ, എല്ലാവർക്കും